തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം 3 പഞ്ചായത്തുകളുടെ ഭരണം LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. LDFിന്റെ 9 സിറ്റിംഗ് സീറ്റുകളാണ് UDF സ്വന്തമാക്കിയത്. പാലക്കാട് തച്ചൻപാറ, തൃശൂർ നാട്ടിക, ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് LDFിന് ഭരണം നഷ്ടമായത്. തെരഞ്ഞെടുപ്പ് നടന്ന 31 വാർഡുകളിൽ 17ഉം UDF നേടിയപ്പോൾ LDFിന് 11ഉം BJPക്ക് 3 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണ് UDF മുന്നേറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ സോളമൻ, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം പുറത്തുവരുമ്പോൾ ആർക്കനുകൂലമാണ് ട്രെൻഡ്? സുജയ, തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം UDF ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അവർ ഏറ്റവും വലിയൊരു മിന്നും വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. UDF കൂടാരം ഈ ഒരു വിജയത്തെ വലിയ രീതിയിൽ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 31 ഇടങ്ങളിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത്. ഒരു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള വാർഡുകൾ ഇതിലുണ്ടായിരുന്നു. ഇതിൽ 23 ഗ്രാമപഞ്ചായത്തുകളും 3 മുനിസിപ്പാലിറ്റികളും 4 ബ്ലോക്ക് ഇടങ്ങളിലുമാണ് ഈ മത്സരം നടന്നത്. നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ 15 സീറ്റുകളിൽ LDF വിജയിച്ചിരുന്നു. കാര്യങ്ങൾ ഇതോടുകൂടി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇന്ന് 10 മണിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. ഇതിൽ ഇപ്പോൾ പ്രധാനമായും ഈ 15 സീറ്റിൽ 11 ഇടങ്ങളിലായിട്ട് LDF ചുരുങ്ങി എന്നുള്ളതാണ് ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യം. കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 13 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്വതന്ത്രൻ ഉൾപ്പെടെ 17 സീറ്റുകളിലാണ് UDF ഇപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വലിയൊരു മാറ്റമാണ്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു വിജയം UDF ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും 3 പഞ്ചായത്തുകൾ, പാലക്കാട്, അതുപോലെ തന്നെ തൃശൂർ നാട്ടിക, പാലക്കാട് തച്ചാമ്പാറ, അതുപോലെ തന്നെ ഇടുക്കി കരിമണ്ണൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ ഈ LDFിന് നഷ്ടമാകുമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും തൃശൂർ നാട്ടിക, അതുപോലെ തന്നെ പാലക്കാട് തച്ചാമ്പാറ അടക്കമുള്ള പ്രദേശങ്ങൾ LDFിൻ്റെ കോട്ടകളായിരുന്നു. ആ കോട്ടകളിൽ UDF ഭരണം തിരിച്ചുപിടിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ്, അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഒരു സർക്കാരിനെതിരെയുള്ള തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിരിക്കുന്നത്. സർക്കാരിനെ പുറത്തെറിയുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും BJPയും ഒരു സീറ്റ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ 2 സീറ്റായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു വാർഡ് കൂടി ഇപ്പോൾ BJP തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എഴുമാറ്റൂരിലെ ഇരുമ്പുകുഴി വാർഡിലെ BJP സ്ഥാനാർത്ഥി റാണി 48 വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ UDFിനാണ് സീറ്റ് നഷ്ടമായത്. ഇതിനോടകം 9 സീറ്റുകൾ, LDFിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ 9 സീറ്റുകളാണ് UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ആ തലത്തിൽ നോക്കുമ്പോൾ UDFിന്റെ വിജയം വലിയൊരു വിജയമാണ്. ആ വിജയം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെയുള്ള വിജയമാണ്. സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, സ്വജനപക്ഷപാതവും അഴിമതിക്കെതിരെയും ജനം വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അടിവരയിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറയുന്നത്. സുജയ, നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ആ തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നെങ്കിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ മുന്നേറ്റമാണ് കാണുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിന് ആത്മവിശ്വാസം നൽകുകയാണ് ഫലം.